ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ വഷളാക്കുന്ന ഒരു ദുസ്വഭാവമുണ്ട്. മനുഷ്യന്റെ ശരീരത്തിന്റെ കാലിന്റെ അറ്റം മുതൽ മൂർദ്ധാവ് വരെയുള്ള ഓരോ പാർട്സുകളിലും അതിശക്തമായ ആഘാതമേൽപ്പിക്കുന്ന ആ ദുസ്വഭാവത്തിന്റെ പേരാണ് ദേഷ്യം. സ്റ്റീഫൻ കോവയുടെ തേർഡ് ആൾട്ടർനേറ്റീവ് എന്ന ഒരു പുസ്തകത്തിൽ ദേഷ്യത്തെക്കുറിച്ച് കൃത്യമായി അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. മനുഷ്യന്റെ ശരീരത്തിലെ ഈ നെഞ്ചിൻ കൂടിന്റെ താഴെ സോളാർ പ്ലീസസ് ചക്ര എന്ന് പറയുന്ന ഒരു ചക്രയുണ്ട്. ഒരു മനുഷ്യൻ ദേഷ്യപ്പെടുന്ന സമയത്ത് ഈ ചക്ര ആക്റ്റീവ് ആവുകയും ശരീരത്തിൽ വലിയ ആഘാതങ്ങൾ, അവന് സ്ട്രെസ്, ഹൃദയാഘാതം, മറ്റു വേദനകൾ, ഉറക്കമില്ലായ്മ, ഉറക്കം കൂടുതൽ, വയറുവേദന, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് നൂറിലധികം അസുഖങ്ങൾ ദേഷ്യം കാരണത്താൽ ഉണ്ടാവുകയും പെട്ടെന്നുള്ള മരണം പോലെയുള്ള വലിയ ദുരന്തങ്ങളിലേക്ക് ദേഷ്യം മനുഷ്യനെ എത്തിക്കുമെന്നതാണ് സത്യം. സത്യത്തിൽ നാം എന്തിനാണ്, എപ്പോഴാണ് ദേഷ്യപ്പെടുന്നത് എന്ന് നമ്മൾ ആരെങ്കിലും ദേഷ്യപ്പെടുന്ന സമയത്ത് ചിന്തിക്കാറുണ്ടോ? നമ്മുടെ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ സഹധർമ്മിണി, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അവരുടെ പക്കൽ നിന്ന് ഒരുപക്ഷെ ഒരു കാരണവുമില്ലാതെ ദേഷ്യപ്പെടുന്നവരാരും തന്നെ ഇല്ല. നമ്മുടെ ദേഷ്യങ്ങൾക്കൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. കാരണങ്ങളില്ലാതെ ദേഷ്യപ്പെടുന്നവരാരുമില്ല. യഥാർത്ഥത്തിൽ ദേഷ്യം എന്ത് കാരണത്തിന്റെ പേരിലാണെങ്കിലും അതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ദേഷ്യപ്പെടുന്ന വ്യക്തിയിൽ തന്നെയാണ്. എൻ്റെ ഭാര്യ എന്നോട് ദേഷ്യപ്പെടുന്ന സമയത്ത് തിരിച്ച് ഞാൻ ദേഷ്യപ്പെടുമ്പോൾ അവിടെ ഒരിക്കലും തന്നെ ഈ ദേഷ്യത്തിന്റെ ആ ഒരു ഇമ്പാക്റ്റ് കൂടുക എന്നല്ലാതെ ഒരിക്കലും അത് കുറയുന്നില്ല. ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്ന് പറയും, ഒരു യൂണിവേഴ്സൽ ലോയാണ്. ദേഷ്യമുള്ളിടത്തേക്ക് ദേഷ്യം വരും, സ്നേഹമുള്ളിടത്തേക്ക് സ്നേഹം വരും. ദേഷ്യപ്പെടുന്നവന്റെ മുമ്പിൽ അതേ നാണയത്തിൽ തിരിച്ച് ദേഷ്യപ്പെട്ടത് കൊണ്ട് ഒരിക്കലും അവിടെ ഒരു ദേഷ്യത്തിനൊരു പരിഹാരമാവുകയില്ല. മറിച്ച് ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ നാം പഠിക്കേണ്ടതുണ്ട്. ക്ഷമ ശീലിക്കുക എന്നാണ് പ്രവാചക അധ്യാപനങ്ങളിലൊക്കെ കാണുന്നത്. എന്താണ് ശീലം എന്ന് പറയുന്നത്? ഒരു ഹാബിറ്റ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്തെടുക്കണമെങ്കിൽ ഒരുപാട് സമയങ്ങൾ എടുക്കേണ്ടി വരും. ശീലമാക്കും ഒരു കാര്യം ശീലമാക്കാൻ ഒരുപാട് പ്രോസസ്സുകൾ അതിനുണ്ട്. ഒരു തവണ നമുക്ക് പ്രയാസമായിരിക്കും, രണ്ടാമത്തെ തവണയും മൂന്നാമത്തെ തവണയും അത് ഫ്ലോപ്പ് ആവുന്നതിനനുസരിച്ച് വീണ്ടും ശ്രമിക്കുന്നു, പരാജയപ്പെടുന്നു, ശ്രമിക്കുന്നു. അങ്ങനെ ക്ഷമിക്കലൊരു ശീലമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ദേഷ്യം എന്നത് അപ്രസക്തമാവുന്നത് നമുക്ക് കാണുന്നത്. നമ്മളൊരാളോട് ദേഷ്യപ്പെടുന്ന സമയത്ത് അവരൊരിക്കലും തന്നെ ആ തെറ്റ് നാം ദേഷ്യപ്പെട്ടുകൊണ്ട് തിരുത്താൻ പോകുന്നില്ല. മറിച്ച് നമ്മളതുകൊണ്ട് നമ്മുടെ പെട്ടെന്ന് ശരീരം രോഗിയായി മരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോലും ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന അതിദാരുണമായ ദുസ്വഭാവമാണ് ദേഷ്യം.